അവർ മുസ്ലിം നോക്കി വോട്ട് കുത്തിയാൽ അത് വർഗീയതല്ല. നമ്മൾ ഹിന്ദു നോക്കി വോട്ട് കുത്തിയാൽ അത് വർഗീയതയാണ്. അവർ മുസ്ലിം നോക്കി 2 മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തിയാൽ മുസ്ലിം വോട്ടിന് വേണ്ടി മാത്രമായിട്ട് 2 പ്രധാനപ്പെട്ട പാർട്ടിയിലെ, എന്നാലും അത് വർഗീയതയല്ല. ഇനി 2 പ്രധാനപ്പെട്ട പാർട്ടികളുടെ കാൻഡിഡേറ്റുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ 2 പ്രധാനപ്പെട്ട മുന്നണികൾ 2 INL IUML പോലുള്ള തുക്കട പാർട്ടികളുടെ നേതാക്കന്മാരെ നിർത്തിയാലും, അത് മുസ്ലിം നേതാക്കന്മാരെ നിർത്തിയാലും അതും വർഗീയതയല്ല. ഇനി അതുമല്ല, അങ്ങനെയുള്ള ഈ തുക്കട ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ കുറേ ഹിന്ദുക്കളും ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് 50,000 40,000 എന്നൊക്കെ പറയുന്ന പോലെ 90,000 വോട്ട് കിട്ടൂലല്ലോ. LDF നോക്കി UDF നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്യുക. പക്ഷേ ഈ വോട്ട് പോകുന്നത് LDFനും UDFനും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒന്നുമല്ല. ഈ നിൽക്കുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, കോൺഗ്രസ്സുകാരനുമല്ല. കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും അടയാളത്തിൽ പോലും അല്ല അവൻ നിൽക്കുന്നത്. ഈ നിൽക്കുന്നവൻ INL ആണ്. ഈ നിൽക്കുന്നവൻ IUML ആണ്. ഈ നിൽക്കുന്നവൻ ഒരു മുസ്ലിം പാർട്ടിയാണ്. മുസ്ലിം രാഷ്ട്രം നമ്മളിവിടെ കൊണ്ടുവരണം എന്ന അവസാനത്തെ ആശയത്തിലേക്ക് ഇവരെല്ലാവരും കൂടെ ഒത്തുചേരും. അതിനു വേണ്ടി പോയിട്ട് നമ്മളെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വോട്ട് ചെയ്താലും അത് വർഗീയതയല്ല. നമ്മളെത്ര നല്ലവരെ, നമ്മളവർക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഈ മുസ്ലിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഈ 2 കാൻഡിഡേറ്റിന് മാത്രമായിരിക്കും വോട്ട് ചെയ്യുന്നത്, എന്നാലും അത് വർഗീയതയല്ല. പക്ഷേ ഹിന്ദുക്കൾ ഒരു ഹിന്ദു കാൻഡിഡേറ്റിന്, അത് IUML നിർത്തിയാലും ശരി, IUML നിർത്തൂലല്ലോ, INL നിർത്തിയാലും ശരി, INL നിർത്തൂലല്ലോ, കോൺഗ്രസ് നിർത്തിയാലും ശരി, കമ്മ്യൂണിസ്റ്റ് നിർത്തിയാലും ശരി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിർത്തുമോ? ഇല്ലല്ലോ. BJP നിർത്തിയാലും ശരി, BJPയെ നിർത്തുള്ളൂ അല്ലേ? അവർക്ക് പോയി നമ്മൾ വോട്ട് ചെയ്താൽ അത് വർഗീയത. വർഗീയതയുടെ ഈ തെറ്റായ വ്യാഖ്യാനത്തെയും പ്രീണന രാഷ്ട്രീയത്തെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും പിന്തുണയ്ക്കുന്ന ഈ കപടതയും ഇനി മറച്ചു വയ്ക്കാൻ അനുവദിക്കരുത്. ഈ പ്രാവശ്യം തെറ്റാതെ എല്ലാവരും ചെന്ന് BJP ആണ്, NDA ആണ്, മറ്റാണെന്ന് നോക്കണ്ട. അവരെന്താ ചെയ്യുന്നത് നോക്ക്. ഈ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന, BJPന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന 2 കാൻഡിഡേറ്റും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും കാൻഡിഡേറ്റ് ആണോ? അവർ കാൾ മാർക്സിൻ്റെ കാൻഡിഡേറ്റ് ആണോ? മഹാത്മാഗാന്ധിൻ്റെ കാൻഡിഡേറ്റ് ആണോ? അല്ലല്ലോ. മുഹമ്മദ് നബിയായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഹിന്ദുവിനും ക്രിസ്ത്യനും. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സിനാണ് ഇതുവരെ വോട്ട് ചെയ്തതെങ്കിൽ കോൺഗ്രസ്സുകാരോട് പറയണം ഒരു യഥാർത്ഥ കോൺഗ്രസ് കാൻഡിഡേറ്റിനെ നിർത്താൻ. നിങ്ങൾ ഇതുവരെയും കമ്മ്യൂണിസ്റ്റിനാണ് വോട്ട് ചെയ്തതെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോട് പറയണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ നിർത്ത്, എന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാം. ഈ വോട്ട് കിട്ടാനും MLA ആകാനും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചിട്ട് ഇവിടുത്തെ ആ സീറ്റ് പോകുന്നു എന്ന് മാത്രമല്ല, പിന്നെ ബാക്കി വരുന്ന എല്ലാ അഴിമതികളും ഈ പറയുന്ന കാരണം കൊണ്ടാണ് വരുന്നത്. പ്രീണനങ്ങളും ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് നടിക്കും. അങ്ങനെ നടിക്കാൻ നമുക്ക് പറ്റില്ല ഇനി. അതുകൊണ്ട് ഒരു യഥാർത്ഥ BJPക്കാരന് വോട്ട് ചെയ്യാം. എന്തായാലും അവൻ BJP ആണെന്ന് പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. ഈ ആടിൻ്റെ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞിട്ട് IUML ആയാലും INL ആയാലും വർഗീയ പാർട്ടികളാണ്. LDFന് വേണ്ടി നിന്നാലും UDFന് വേണ്ടി നിന്നാലും വർഗീയ ആശയത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവർക്ക് ആർക്കും കാൾ മാർക്സ് ആയിട്ടും ബന്ധമില്ല, ഗാന്ധിയായിട്ടും ബന്ധമില്ല. ഇങ്ങനെയുള്ളവരെ ഇനി തിരഞ്ഞെടുക്കരുത്.